കെ.പി.സി.സി പുനഃസംഘടനയിൽ അധ്യക്ഷനെ മാറ്റണോ വേണ്ടയോ എന്നതിനെ ചൊല്ലി കോൺഗ്രസിൽ ഭിന്നതയുണ്ട് എന്ന തരത്തിലുള്ള റിപ്പോർട്ടുകൾ നേരത്തെ തന്നെ പുറത്തു വന്നിരുന്നു. കെ സുധാകരനെ അടക്കം മാറ്റി അടിമുടി അഴിച്ചുപണി വേണമെന്നതാണ് ഒരു വിഭാഗം ഉന്നയിക്കുന്ന ആവശ്യം. തദ്ദേശ നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് കോൺഗ്രസിൽ സമൂല മാറ്റം വേണമെന്ന ആവശ്യവും ശക്തമായി തന്നെ ഉയരുന്നു. ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് സുധാകരനെ മാറ്റാനുള്ള എംപിമാരുടെ അടക്കം നീക്കങ്ങൾക്കൊപ്പമായിരുന്നു വി.ഡി. സതീശൻ. ഇപ്പോൾ പക്ഷെ സ്വന്തം നിലയ്ക്കുള്ള ശ്രമത്തിനില്ല. ദില്ലി തീരുമാനിക്കട്ടെ എന്നതാണ് പ്രതിപക്ഷ നേതാവിന്റെ നിലപാട്. കണ്ണൂരിലെ സുധാകരന്റെ ജയവും ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ പാർട്ടി മുന്നേറ്റവും അധ്യക്ഷന്റെ കരുത്ത് കൂട്ടി. മാറ്റിയാൽ സുധാകരനെ എന്തും ചെയ്യുമെന്ന പ്രതിസന്ധിയും പാർട്ടിക്ക് മുന്നിലുണ്ട്. ഇതിനെല്ലാം അപ്പുറത്ത് പ്രധാന പ്രശ്നം സുധാകരന് മാറിയാൽ പകരം ആര് എന്ന ചോദ്യമാണ്. സാമുദായിക സമവാക്യം പാലിച്ചൊരു സർവസമ്മതന്റെ പേര് ഇതുവരെ ഒരു ചേരിക്കും മുന്നോട്ട് വയ്ക്കാൻ കഴിഞ്ഞിട്ടില്ല. പ്രസിഡന്റ് മാറുന്ന പ്രശ്നമില്ല എന്നാണ് സുധാകരനെ അനുകൂലിക്കുന്നവരുടെ നിലപാട്. കെ.പി.സി.സിയിലും ഡി.സി.സികളിലും അഴിച്ചുപണിക്കുള്ള നീക്കത്തിലാണ് കെ സുധാകരൻ. 10 ഡി.സി.സി അധ്യക്ഷന്മാരെയെങ്കിലും ഉടൻ മാറ്റാനാണ് ശ്രമം. എന്നാൽ കെ സുധാകരന് പൂർണ്ണ പിന്തുണയുമായി ശശി തരൂർ രംഗത്ത് വന്നതോടെ വിഷയം കൂടുതൽ ചർച്ചകൾക്ക് വഴിവെക്കുകയാണ്. സംസ്ഥാന കോൺഗ്രസിൽ നേതൃമാറ്റത്തിന്റെ ആവശ്യമില്ല എന്ന് ശശി തരൂർ എം.പി പറഞ്ഞു. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കെ സുധാകരന്റെ നേതൃത്വത്തിൽ മികച്ച വിജയം നേടി. ഉപതെരഞ്ഞെടുപ്പിലും സീറ്റ് നിലനിർത്തി. കെ സുധാകരന്റെ നേതൃത്വത്തിൽ പാർട്ടി നല്ല പ്രകടനം തന്നെയാണ് കാഴ്ചവെച്ചത്. സുധാകരനെ മാറ്റേണ്ട കാര്യമില്ല എന്നാണ് തരൂര് പറയുന്നത്. കെ.പി.സി.സി പുനഃസംഘടന സംബന്ധിച്ച ഔദ്യോഗിക ചർച്ചകൾ ഇതുവരെ നടന്നിട്ടില്ല എന്ന് ശശി തരൂർ പറഞ്ഞു. യുവാക്കളുടെയും സ്ത്രീകളുടെയും പ്രാതിനിധ്യം കൂട്ടണമെന്നാണ് ഉദയ്പൂർ പ്രഖ്യാപനം. പിന്നോക്ക വിഭാഗങ്ങൾക്കും പ്രാതിനിധ്യം നൽകണം. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ യുവാക്കൾക്ക് സീറ്റ് നൽകിയെങ്കിലും വിജയിച്ചില്ലെന്ന് പരാതി ഉണ്ടായിരുന്നു. പക്ഷേ ഇവർക്ക് പ്രചാരണത്തിന് 3 ആഴ്ച മാത്രമാണ് കിട്ടിയത്. അതാണ് തിരിച്ചടിയായത്. യുവാക്കൾക്ക് അവസരം നൽകണം, നല്ല മാറ്റം വരുമെന്നും തരൂർ പറഞ്ഞു. എന്തടിസ്ഥാനത്തിലാണ് വാർഡ് വിഭജന തീരുമാനമെന്ന് വ്യക്തമല്ലെന്നും ശശി തരൂർ പറയുന്നു. തിരുവനന്തപുരത്ത് മത്സ്യത്തൊഴിലാളി കുടുംബങ്ങൾ അസന്തുഷ്ടരാണ്. രാഷ്ട്രീയ കാര്യങ്ങൾ ഉണ്ടോ എന്ന് സംശയമുണ്ട്. അതേസമയം പിണറായിയിൽ കോൺഗ്രസ് ഓഫീസ് തകർത്തതിൽ വെല്ലുവിളിയുമായി കെ.പി.സി.സി പ്രസിഡന്റ് കെ സുധാകരൻ രംഗത്തെത്തി. CPM-ന്റെ ഓഫീസ് പൊളിക്കാൻ കോൺഗ്രസിന്റെ 10 പിള്ളേർ മതിയെന്നും ആൺകുട്ടികൾ ഇവിടെയുണ്ടെന്ന് തെളിയിച്ചു തരാമെന്നതുമായിരുന്നു അദ്ദേഹത്തിന്റെ പ്രസംഗം. പിണറായി വെണ്ടുട്ടായിൽ തകർക്കപ്പെട്ട ബൂത്ത് കമ്മിറ്റി ഓഫീസ് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കവെയാണ് അദ്ദേഹം ഇക്കാര്യം പറഞ്ഞത്. നോക്കി നിൽക്കുന്ന പ്രശ്നമൊന്നുമില്ല. ഞങ്ങൾക്ക് 10 പിള്ളേരെ രാത്രി അയച്ചാൽ നിങ്ങളുടെ ഇതുപോലത്തെ ഓഫീസൊക്കെ പൊളിക്കാൻ പറ്റും. CPM-കാർ ധരിക്കുന്നത് നിങ്ങളുടേതൊന്നും പൊളിക്കാൻ കഴിയില്ലെന്നാണ്. പൊളിച്ചു കാണണമെന്ന് CPM-ന് ആഗ്രഹമുണ്ടോ? ഉണ്ടെങ്കിൽ പറയും, നിങ്ങൾക്ക് പൊളിച്ചു കാണിച്ചു തരാം. ആൺകുട്ടികൾ ഇവിടെ ഉണ്ടെന്ന് തെളിയിച്ചു തരാം എന്നായിരുന്നു സുധാകരന്റെ പ്രസംഗം. കെ സുധാകരൻ ഉദ്ഘാടനം ചെയ്യാനിരിക്കെ ശനിയാഴ്ച രാത്രിയാണ് വെണ്ടുട്ടായിലെ ബൂത്ത് കമ്മിറ്റി ഓഫീസ് അക്രമികൾ തകർത്തത്. CPM ആണ് ആക്രമണത്തിന് പിന്നിൽ എന്നതാണ് കോൺഗ്രസ് ഉന്നയിക്കുന്ന ആരോപണം.